സുജാതെ, എടി സുജാതെ, എവിടെ പോയി കിടക്കുക? ഞാൻ ഇവിടെ ഉണ്ട് മുത്തശ്ശി. നീ അങ്ങ് മുമ്പേ കയറി നിൽക്കുക. ഇതെന്തോ ഒരു പെണ്ണ്, കൂട്ടിന് വന്നവരൊപ്പം അല്ലേ നിൽക്കേണ്ടത്? ഞാൻ കൈ പിടിക്കണോ മുത്തശ്ശി? ഇത്തിരി ഇല്ലാത്ത നീ കൈ പിടിച്ചിട്ടാ ഞാൻ ഇവിടെ വരെ എത്തിയത്. മോൻ അവിടെ ചെന്നാലുടൻ കത്തയക്കണം. എവളെ കൊണ്ട് ഞാൻ വായിച്ചു കേട്ടോളാം. ഇന്നാളത്തെ കൂട്ട് കടത്ത് കഴിക്കാൻ വേണ്ടി ഇവിടെ സുഖം അവിടെ സുഖമെന്നും പറഞ്ഞ് 2 വരി എഴുതരുത്. ശരി, ഞാൻ പൊന്നാക്കും. വിശദമായിട്ടെല്ലാം എഴുതണം. മുടക്ക് കിട്ടുമ്പോഴൊക്കെ വരികയും വേണം. നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു സംഭ്രമം പോലെ. ചേട്ടാ, എന്താണ്? ചേട്ടാ, എന്താന്ന് വെച്ചാ പറയണേ. അത്ര വലിയ മനെ പറയണ്ട. ചേട്ടാ, അത് ശരി. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോ നിന്റെ ആവശ്യം നെറ്റിയിലൊട്ടിക്കുന്ന വലിയൊരു പൊട്ടായിരുന്നു. പിന്നെ അത് കൺമഷിയായി, ചാന്തായി, ഹെയർ ഓയിലായി, പൗഡറായി. അതേ സാരി വേണം. എന്റെ മോളെ, നിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ വളരാൻ പോയല്ലേ? അതിനെന്താ, അവൾക്ക് വാങ്ങിച്ചു കൂടെ. ശരി. എന്റെ മുത്തശ്ശി, അടുത്ത പ്രാവശ്യം ഞാൻ ജോലിക്ക് പോകുമ്പോ അവക്ക് പറ്റിയൊരു ചെറുക്കനെയും കൂടെ കൊണ്ടുവരണമെന്ന് പറയാൻ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? ആ, എവിടെ? വാ. ഇപ്പോഴാണോടാ വരുന്നേ? ഒരു ദിവസം നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അവന്റെ ഒരു നാട്ടു വരണം. ചെറുക്കൻ അത്ര നേരമായി നോക്കി നിൽക്കുന്നു. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വായനശാലയുടെ. കോളം ചെയ്യേണ്ട മീറ്റിംഗ് തുടങ്ങാൻ പറ്റുമോ? മെമ്പർമാർക്ക് ഉത്തരവാദിത്വം വന്നത് ഇത്രയും നേരം വൈകിയതും പോരാ. ഇനി അവന്റെ കഥാപ്രസംഗം കേട്ട് ഇനിയും വൈകിക്കണോ? ഇന്ന് എഴുന്നള്ളിയല്ലോ കൃഷ്ണൻകുട്ടി. ഇനി അവനെ പറഞ്ഞു വിടാൻ നോക്ക്. അമ്മ പറഞ്ഞത് നേരാ. മോൻ നീ താമസിക്കണ്ട, ചെല്ല്. ചെന്നിട്ട് എഴുതാൻ കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിയും കണ്ടുമൊക്കെ പോണേ മോനെ. എന്റെ മോൻ പോയതോടെ ഈ വീടുറങ്ങി. ഞാൻ ഒറ്റയ്ക്കായി. അയ്യോ മുത്തശ്ശി, അപ്പൊ ഞങ്ങളൊക്കെ ഇല്ലേ? മോളെ, നിനക്ക് അമ്മയുടെ സ്വഭാവം അറിഞ്ഞൂടെ? നിങ്ങളെല്ലാരും ഉണ്ട്. എന്നാലും അവൻ അങ്ങനല്ല. അവൻ പോയാ പിന്നെ ഈ വീട്ടിൽ നിന്ന് എല്ലാം പോയി. സമ്മതിച്ചു. അമ്മ വന്നാട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യ. അവന്റെ ഒരു വിശപ്പ്. ശരി ശരി, അമ്മ വരണം. അതിനൊക്കെ തിന്നണം, തറക്കിട്ട് അടിക്കണം, അത്രേ ഉള്ളല്ലോ. ഒന്ന് കേറി വാടേ. ഐ എം സോറി. ആള് മാറി എന്തോ പറഞ്ഞുപോയി. മിസ്റ്റർ രവീന്ദ്രൻ? ഞാൻ തന്നെ. ഞാൻ റഹീമിന്റെ ഫ്രണ്ടാണ്, അനിരുദ്ധൻ. മിസ്റ്റർ റഹീം എനിക്ക് എഴുതിയിരുന്നു ഇന്നോ നാളെ വരുമെന്ന്. വരൂ, ഇരിക്കും. തെറി വിളിച്ചുകൊണ്ടാ പുതിയ അതിഥിയെ സ്വീകരിച്ചത്. കൂടെ താമസിക്കുന്ന ഒരാളുണ്ട്. ബെല്ലടിച്ചപ്പോ അവനാകുമെന്ന് കരുതി. ആളൊരു രസികനാ, സുകുമാരൻ. ഇവിടെ പാരിയൻ കമ്പനിയിലെ സെയിൽസ് എക്സിക്യൂട്ടീവാ. ഞങ്ങൾ 2 പേരുമാ ഇവിടുത്തെ അന്തേവാസികൾ. കൂട്ടത്തിൽ ഒരാൾ കൂടെ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. മിസ്റ്റർ അനിരുദ്ധൻ? ഞാൻ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഏരിയ സൂപ്പർവൈസറാണ്. ഞാൻ ഫൈസറില. ഒരേ സ്വഭാവമുള്ള തൊഴിൽ ചെയ്യുന്നവർ ഒന്നിച്ച് താമസിക്കുന്ന സൗകര്യമാണ്. രാഘവേട്ട, ഒന്നിങ്ങനെ വന്നേ. മനസ്സിലായി കാണുമല്ലോ, പുതിയ താമസക്കാരനാണ്. ഇദ്ദേഹത്തെ കൂടെ നമ്മുടെ വകുപ്പിൽ ഉൾപ്പെടുത്തി കയ്യോടെ കസ്റ്റഡിയിലെടുത്തോണം. സാറിന്റെ പട്ടിയ സാധനങ്ങളൊക്കെ അവിടെ പുറത്ത് വണ്ടിയിലുണ്ട്.
നല്ലവനാ രാഘവേട്ടൻ, ഇവിടുത്തെ സർവാധികാരിക്കാരന്. അടുക്കള മുതൽ സർവ്വ കാര്യങ്ങളും രാഘവേട്ടന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ്. നമ്മൾ എത്ര മണിക്ക് എഴുന്നേക്കണം, എന്തൊക്കെ ചെയ്യണം, എത്ര പെഗ് അടിക്കണം, എത്ര മണിക്ക് ഉറങ്ങണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള രാഘവേട്ടന്റെ അധികാരം ഇവിടെ ഞങ്ങളുടെ ഭരണഘടനയിലുണ്ട്. അതാരും ചോദ്യം ചെയ്തുകൂടാ. പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മളെ വഴക്ക് പറയാം, അറ്റ കൈക്ക് ചെവിക്ക് പിടിക്കുകയോ തലക്കിട്ട് കിഴക്കുകയോ ഒക്കെ ചെയ്യാം. ഒരു പാവ ഈ എടുത്തിയാട്ടം ഒഴിച്ച വെറും ശുദ്ധന. നമ്മളെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നുകളെ. എന്താ രവി സാറേ ഇത്? കുറെ നേരമായി നമ്മൾ ക്ഷമിക്കുന്നു. നമ്മളെ പരിചയപ്പെടുത്താൻ നിങ്ങൾ പറഞ്ഞു. ഓ സോറി, ഇത് നമ്മുടെ മുതലാളിയാ, ഹൗസ് ഓണർ. നമസ്കാരം. നമസ്കാരമുണ്ട്. മുതലാളിയൊന്നുമല്ല, ഈ വീട് നമുക്ക് സ്വന്തം, അത്രമാത്രം. ആ കേട്ടോ മിസ്റ്റർ അനിരുദ്ധൻ, പയ്യ ഇവിടുത്തെ നിത്യ സന്ദർശകന. സൊറ പറയാനും സ്മോൾ അടിക്കാനും ഞങ്ങൾക്ക് കമ്പനി തരിക എന്ന മഹത്തായ ത്യാഗം ഇദ്ദേഹം നിത്യേന ചെയ്തു വരുന്നുണ്ട്. സ്നേഹം എവിടെ ഉണ്ടോ അവിടെ പയ്യുണ്ട്. നമ്മൾക്ക് എല്ലാവരും സ്വന്തമാണ്. അല്ല, സംഗതി പയ്യ നമ്മുടെ സ്വന്തം ആളാണെങ്കിലും അനിരുദ്ധന് ഇവിടെ താമസിക്കണമെങ്കിൽ പയ്യുടെ അനുവാദം വേണമല്ലോ. എന്താ പൈ, ഇദ്ദേഹം ഇവിടെ താമസിച്ചോട്ടോ? എന്തൊരു ചോദ്യമാണ് രവി സാറേ. നമ്മൾ നിങ്ങൾക്ക് വീട് തന്നു, നിങ്ങൾ നമ്മൾക്ക് വാടക തരുന്നു. നിങ്ങളെ നമ്മൾക്ക് ബോധ്യമാണ്. നിങ്ങളുടെ കൂടെ ആര് താമസിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ബോധ്യമാണ് നമ്മളുടെ ബോധ്യം. സാറേ, ഉള്ളതെല്ലാം കൂടി ഇപ്പൊ പറഞ്ഞു തീർക്കണ്ട, വന്നതല്ലേ ഉള്ളൂ. ഇനി ഒത്തിരി സമയമുണ്ട്. പോയി കുളിച്ച് ആ ഉടുപ്പ് മുണ്ടൊക്കെ ഒന്ന് മാറിയട്ടെ, യാത്രാക്ഷീണം കാണും. സാറെങ്ങനെ, സസ്യമാണോ മാംസമാണോ? ഞാൻ മനുഷ്യനാണ്. അല്ല, അത് മനസ്സിലായി. ഇറച്ചിയും മീനും കഴിക്കുമോ എന്നാ? ഓരോരുത്തരുടെ സൗകര്യത്തിന് വേണമെന്ന് വെച്ചാല് അത് വലിയ വിഷമമാണ്. ഞാൻ എന്ത് വേണമെങ്കിലും കഴിച്ചോളാം. ആ, ദേ കണ്ടോ, ഭരണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി കമാന്നൊരു അക്ഷരം വേണ്ടരുത്. അനുസരിച്ചോ? ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഇവിടെ ബാത്റൂം. ദാ സർവാധികാരിക്കാരൻ, അനുഗമിച്ചോ? അതെ, ആ വെളിയിരിക്കുന്ന മയിൽവാഹന ആരുടെ? അറിഞ്ഞില്ലേ? എത്തി. ആരാ? മൂന്നാമൻ. മൂന്നാമനാ? അതേന്നേ, നമ്മുടെ പുതിയ സഹമുറിയൻ. ഓ, നമ്മുടെ റഹീം പറഞ്ഞ പാർട്ടി. ആ ലവൻ തന്നെ ഇവൻ. നാമം അനിരുദ്ധൻ, ജോലി നമ്മുടെ തന്നെ. വയസ്സറിയിച്ചിട്ടില്ല. കണ്ടിട്ടൊരു മര്യാദരാമന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. ലാൻഡ് ചെയ്ത സമയത്ത് ഞാനിവിടെ ഇല്ലാതെ പോയല്ലോ. പാർട്ടി എന്തി? കുളിച്ച് ശുദ്ധിയായിട്ട് താമസം തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് രാഘവേട്ടൻ വിരട്ടി വിട്ടിരിക്കുക. പുതിയ സാറിനെ നമ്മൾക്ക് ബോധ്യപ്പെട്ടു. മുഖശ്രീ കണ്ടിട്ട് തറവാട്ടിൽ പിറന്ന മറ്റുണ്ട്. അയ്യടാ, പിന്നെ ഞങ്ങളെയൊക്കെ പെരുവഴിയിലല്ലേ പെറ്റിട്ടത്? അല്ല, നമുക്കറിയില്ല. സുസാറിന്റെ പരിപ്പ് അത്ര പെട്ടെന്ന് അവിടെ വേഗം തോന്നുന്നില്ല. ഇതിലും വലിയ ഇനത്തിന് ചിറക് വെട്ടി തൂവൽ പറിച്ച് നിർത്തി പൊരിച്ചിട്ടുള്ളവനാ ഈ ഞാൻ. പിന്നല്ലേ ഈ പാർട്ടി. ആദ്യം ഈ പ്രതിയെ ഞാൻ മുഖതാവിലൊന്ന് കണ്ടോട്ടെ. ആ, കണ്ടോ കണ്ടോ. അല്ല ആശാനെ, ഈ പുതിയ പ്രതിയെ എങ്ങനെയാ ഒന്ന് മെരുക്കിയെടുക്കുക? പുറത്ത് വരുന്നതിന് മുമ്പ് ഒരു ഐഡിയ പറഞ്ഞേ. ദ്രോഹി, പാവം വന്നു കയറിയല്ലേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് പോരാ നിന്റെ ചവിട്ടും തൊഴിയൊക്കെ. എന്ത് ചെയ്യാൻ ആശാനെ, ഈ പശുവിന്റെയും എരുമയുടെയും തൊഴുത്തിനടുത്താ മൂപ്പിൽ ചെന്നെ തൊട്ടിലേട്ടി വളർത്തിയത്. അപ്പൊ പിന്നെ അതിന്റെ ഇച്ചിരി വാസന കാണാതിരിക്കുവോ? പാർട്ടി വരുന്നുണ്ട്. ഞാൻ ഇച്ചിരി അഭിനയിക്കും, നിങ്ങളെല്ലാം അനുസരിച്ചോണം. ഇവൻ ആരാടേ? ഇവിടുത്തെ പുതിയ താമസക്കാരനാണേ. ആരോട് ചോദിച്ചിട്ടാണേ ഇവരിതിനകത്ത് കയറിയത്? അത് അടിയൻ. അനുസരണയും മര്യാദയും ഇല്ലാത്തവരെ എനിക്കിഷ്ടമല്ലെന്നറിയില്ലേ? അറിയാവേ. ഞാൻ ആരാടേ? ഞങ്ങളുടെ ഗുരുജിയാണേ. ആണല്ലോ. എങ്കിൽ എന്റെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇവിടെ പുറത്തോളാൻ പറ. എന്തൊരു കൊലച്ചതയാണോ ചെയ്തത്? ഈ കൊലത്ത് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ കയറി ചെല്ലുന്നത്. പെട്ടെന്ന് എതിരെ വണ്ടി വന്നപ്പോ ഗട്ടർ കണ്ടില്ല. നോക്കി ഓടിക്കണം. ഐ എം റിയലി സോറി. പ്ലീസ്. സോറി. സായിപ്പന്മാരെ അങ്ങനെ വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ.
ഗുരുജി എനിക്ക് ഇതിനു മുമ്പ് പരിചയമുണ്ടല്ലോ. അല്ല ശരൺ, നമ്മള് വീണ്ടും കണ്ടുമുട്ടിയതിൽ സന്തോഷം. ഗുരുജി ആ കാലിഞ്ഞോട് നീട്ടിക്കേ. അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാവാൻ തുടക്കം. അയ്യോ സോറി ആശാനെ, ഞാൻ അറിഞ്ഞില്ല. സത്യത്തില് ഞാൻ സാറിന്റെ കാലിലെ വീണ്ട്. അന്ന് ചെളി തെറിപ്പിച്ച ഷർട്ട് കേടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജോലി എനിക്ക് കിട്ടില്ലായിരുന്നു. എല്ലാവരും അലക്കി തേച്ച ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് ബോർഡിന്റെ മുമ്പില്, ഞാൻ മാത്രം സീസർ ഓൺ ദ വേ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു മോട്ടോർ സൈക്കിൾ ഗട്ടറിൽ വെള്ളം തെറിച്ച് അത് സോറി സോറി. അങ്ങനെ ബോർഡിന്റെ സഹതാപം നിറഞ്ഞ അറ്റൻഷൻ വീണ് കിട്ടിയപ്പം ഞാൻ ഒരു ഓപ്പണിംഗ് ആക്കി അങ്ങ് ഇടിച്ചു കയറി. അവസാനം ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നപ്പോ 2 പേർക്ക് സെലക്ഷൻ. ഒന്ന് പേഴ്സണൽ മാനേജർ സ്വന്തക്കാരൻ, പിന്നെയും ഞാനുവാ. അത് ശരി. അപ്പോ ഞങ്ങള് കളരിക്ക് പുറത്ത്, നിങ്ങൾ രണ്ടുപേരും അകത്ത്. അല്ല സാറേ, സമയം വഹിക്കണ്ട. വല്ല വേണമെങ്കിൽ നമ്മൾ പോയിട്ട് വരാം. ആ പൈ കൃത്യസമയത്ത് ഓർമ്മിപ്പിച്ചു. ഈ വാടക വാങ്ങിക്കുന്ന കാര്യത്തിലും കള്ള് വാങ്ങിക്കുന്ന കാര്യത്തിലും പൈക്ക് ഭയങ്കര കൃത്യനിഷ്ഠയാണ്. അപ്പൊ ആശാൻ ഇന്ന് വന്ന ദിവസമല്ലേ? ഇന്നത്തെ ചിലവ് ആശാന്റെ. അത് ഇവിടുത്തെ ഒരു സമ്പ്രദായ. ഒരു ഫുൾ കുപ്പിയുടെ ചില്ലറ ഐശ്വര്യമായിട്ടിങ്ങി കൊടുത്തേ. അത് ശരി. അപ്പോ ഇന്നത്തെ ഏറെ ഞാനാണല്ലേ? ആയിക്കോട്ടെ. ആ പിന്നൊരു കാര്യം, കള്ളു കുടിക്കണമെങ്കിൽ മിറ്റത്ത് കസേര വലിച്ചിട്ടിരുന്ന് കുടിച്ചോളാം. മുറിക്കകത്ത് എല്ലിൻ കഷ്ണമോ സിഗരറ്റ് കുറ്റിയോ എച്ചിലോ ഒന്നും വാങ്ങാൻ എന്നെ കൊണ്ട് വയ്യ. ഉത്തരവ്. ഉത്തരവ്. ഉം. നമുക്കും പറഞ്ഞിട്ടുണ്ട് ഉത്തരവ്.